പറഞ്ഞ സ്കൂൾ ഷോപ്പിംഗ് ആയിട്ടാണ് അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഇനി അതിൻ്റെതായ വിശേഷങ്ങളായി കാണാം. ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ പോവുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പോവാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം നമുക്ക് പോകുന്ന കാഴ്ചകളായി കാണാം. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഫോട്ടോഷൂട്ട് കയറാൻ നിൽക്കുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു യോയൊക്കെ തരുന്നുണ്ട്. നല്ല മഴയായിരുന്നു, അതുപോലെ തന്നെ ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചതാണ്. എനിക്ക് സർപ്രൈസ്. ഞാൻ സ്കൂൾ വിട്ട് വന്ന് മേലെ വീട്ടിൽ പുറത്തു നിന്നു. അത് നോക്കുമ്പോൾ അതാ അച്ഛൻ വരുന്നു. ഞാൻ ഇതും വിട്ടുപോയി. ഞങ്ങളെ കുന്നംകുളം പോയിട്ട് ഏതായാലും ഞങ്ങൾക്ക് ഓരോ സാധനങ്ങൾ എടുക്കാണ്ട്, അപ്പോൾ സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങൾ അപ്പോൾ എടുക്കാമെന്ന് വെച്ചാൽ കുന്നംകുളത്തേക്കാണ് കേട്ടോ പോണത്. ഇപ്പോൾ ഞങ്ങൾ പോണ കുറച്ച് കാഴ്ചകളാണ്. ഇത് അക്കിക്കാവ് സെൻറ്റ് മേരീസ് കോളേജാണിത്. അതുപോലെ തന്നെ നല്ല മഴയായിരുന്നു. അപ്പോഴൊന്നും ഉണ്ടായിരുന്നില്ല, കുന്നംകുളം എത്താറായപ്പോൾ നല്ല മഴയായിരുന്നു. പിന്നെ സ്കൂളിലേക്ക് എന്താ പോകണമെന്ന് ആരോ കമൻറ്റ് ചെയ്തായിരുന്നു. സ്കൂളിൽ ആനുവൽ ഡേയുടെ പ്രാക്ടീസ് നടക്കുകയാണ്. നാളെയാണ് ആനുവൽ ഡേയുടെ പ്രോഗ്രാം കേട്ടോ. അതിൻ്റെ വീഡിയോ ഞങ്ങൾ എടുക്കുന്നതായിരിക്കും. ആനുവൽ ഡേക്ക് ഗ്രൂപ്പ് ഡാൻസിന് ഉണ്ട് നവമി. അതാണ് 4 ദിവസം. നാളെയും കൂടി കഴിഞ്ഞു. പിന്നെ സ്കൂൾ തുറക്കുമ്പോൾ എന്നെ പോയാൽ മതി. ഇപ്പോൾ ഓട്ടോറിക്ഷയിൽ പാട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ല. ഞങ്ങൾ ഇന്നലെ ആട്ടോ പോയത്. കുന്നംകുളം എത്താറായി. കുന്നംകുളത്ത് കുറച്ച് കടകൾ. കുന്നംകുളത്ത് ഞങ്ങൾ വിചാരിച്ചത് ഈ സമയത്ത് ഈവനിങ് ആണ് ഞങ്ങൾ പോയത്. ആ ടൈമിൽ തിരക്കുണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ നല്ല തിരക്കായിരുന്നു. അതാ ചെറിയ മഴയൊക്കെ ചാറി തുടങ്ങി. നല്ല തിരക്കായിരുന്നു. ആദ്യം ഞങ്ങൾ ഇങ്ങനെ വരണ വഴിക്ക് ഒരു കട കണ്ടു കേട്ടോ. ബുക്കുകളൊക്കെ മാത്രം കൊടുക്കുന്നത്. ബുക്കുകൾ മാത്രമല്ല ഉണ്ട്. നല്ല തിരക്ക് അവിടെ. ഞങ്ങൾ കുറച്ച് വീഡിയോ എടുക്കും കട്ട് ചെയ്യും. കാരണം ചിലവർക്ക് വീഡിയോ എടുക്കണത് അവിടെ ഞങ്ങൾ ചോദിച്ചില്ല അവിടെ, കാരണം ചോദിക്കാനും കണ്ടില്ല. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എന്തായാലും പെർമിഷൻ ചോദിക്കണം അവരുടെ. നോട്ട് ബുക്ക് എടുത്തു, പിന്നെ ഒരു റഫ് എടുത്തു, 4 ലൈൻ കോപ്പിയും 2 ലൈൻ കോപ്പിയും, പിന്നെ റഫ് കിട്ടോ. ഞങ്ങൾ മാത്സിൻ്റെ ബുക്കും റഫും എടുത്തു. അവിടുന്ന് അത് മാത്രമേ എടുത്തുള്ളൂ ഉണ്ടല്ലേ. ആ നോട്ട്സ് മാത്രം അവിടെ വിലക്കുറവിന് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു ബില്ലടിക്കാനൊക്കെ. അപ്പോൾ അവിടെ ചേച്ചി പറയായിരുന്നു, കുട്ടിയെക്കാട്ടിലും വലിയ ബാഗ് ഇട്ടിട്ടാണല്ലോ മോള് വന്നിരിക്കുന്നത്. അത് എൻ്റെ ബാഗായിരുന്നു കേട്ടോ. അതെ, അമ്മ അങ്ങനെ പറയായിരുന്നു. ഞാൻ ലിസ്റ്റിൽ എല്ലാം ഒന്നും വാങ്ങിയിട്ടില്ല. ഇവർക്ക് സോക്സും ഷൂവും മഴക്കാലായ സ്കൂളിലേക്ക് ഇടണ്ട. ചപ്പലിട്ടാൽ മതി, ചെരുപ്പിട്ടാൽ മതി. ബ്ലാക്ക് കളർ ചെരുപ്പ്. അപ്പോൾ പിന്നെ ചെരുപ്പേ വാങ്ങിയുള്ളൂ. അങ്ങനെ ഒരുപാട് കടകളുണ്ട് കേട്ടോ, ഇഷ്ടംമാതിരി. ഈ കടയിൽ ഞങ്ങൾ കയറി, പക്ഷെ ഒന്നും എടുത്തില്ല. സ്കൂള് തുറക്കാറായല്ലോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ തിരക്കാം ഫുള്ളെല്ലാവരും. അതെ, എല്ലാവരുടെയും നല്ല തിരക്കായിരുന്നു കേട്ടോ. ഈ കടയിൽ എന്താ കയറി, പക്ഷെ ഒന്നും എടുത്തില്ല. അത്ര ഇത് തോന്നിയില്ല. ഇത് കുന്നംകുളം ബസ് സ്റ്റാൻഡാണ് കേട്ടോ. ഇത് അടിപൊളിയാക്കി. മുന്നേന്നും ഇങ്ങനെ ആയിരുന്നില്ല, ഇപ്പം അടിപൊളിയാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കുറേ കടകളുണ്ട്. പിന്നെ പോകുമ്പോൾ മൊത്തം കടകളാട്ടോ. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന കുറേ കുട്ടികളുണ്ടാവും. നിങ്ങളൊക്കെ സ്കൂളിൽ പോകേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയോ? എന്നാ സ്കൂള് തുറക്കുക എന്നൊക്കെ എല്ലാവർക്കും ഒരു സൗകര്യമല്ലേ സ്കൂൾ തുറക്കുക. അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ എവിടേക്കാ പോണ്? കുന്നംകുളം തന്നെ. അത് കുന്നംകുളം HNCക്കാണ് പോണത്. HNCയിലാണ് ഞങ്ങൾ സാധനങ്ങളെല്ലാം വാങ്ങിയത്. കാരണം അവിടെ നല്ലൊരു കടയാണ്. ഇറക്കം പോകുമ്പോൾ ഞാൻ ഉരുണ്ട് പോവായിരുന്നു. അപ്പം ഇതാണ് കേട്ടോ കട. ഞാനും അച്ഛനും കൂടിയിട്ട് അമ്മ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ അവിടുത്തെ സാധനം. പക്ഷെ നല്ല വില ഉണ്ട് കേട്ടോ. വില ഉണ്ട്. നമ്മൾ അത്യാവശ്യമുള്ള വില നോക്കിയിട്ടാണ് വാങ്ങിയത്. നമ്മളവിടെ വീഡിയോ എടുക്കട്ടെ എന്ന് പെർമിഷൻ ചോദിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത്. കാരണം ചിലവർക്ക് ഇഷ്ടാവില്ല അവരുടെ കട എടുക്കുന്നത്, ചിലവർക്ക് ഇഷ്ടമായിരിക്കും. അപ്പം ഞങ്ങൾ ചോദിച്ചു, പെർമിഷൻ വാങ്ങി. നല്ല ഇതായിരുന്നു കേട്ടോ.
അപ്പൊ ഫസ്റ്റ് പൗച്ച നോക്കിയ പൗച്ച പിന്നെ ലാസ്റ്റ് നോക്കാൻ വിചാരിച്ചു കേട്ടോ. അതെ, ആ ചേച്ചി പറഞ്ഞ ചേച്ചിനെ എടുക്കണ്ടെന്ന്. അപ്പൊ ഞങ്ങൾ കട്ടർ എടുത്തു. ഈ കട്ടർ ഇല്ല കേട്ടോ എടുത്ത, ഇതെങ്ങനെ ഷാർപ്പ് നമ്മൾ എടുത്ത സാധനങ്ങളൊക്കെ ഒരു വീഡിയോ ആയിട്ട് അൺബോക്സിങ് വീഡിയോ ആയിട്ട് ഇടാട്ടോ. നമ്മളെല്ലാം ഒന്നും എടുത്തിട്ടില്ല, ആവശ്യമുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അനാവശ്യമായിട്ട് ഒന്നും എടുക്കരുത് എന്ന്. അതൊന്നും ഞാൻ ആവശ്യമില്ലെന്ന് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ പിന്നെ ബ്രൗൺ പേപ്പറും പിന്നെ ട്രാൻസ്പെറൻറ്റ് പേപ്പറും അത് അത്യാവശ്യമുള്ള കാര്യമാണെന്ന് അറിയാലോ. അത് വാങ്ങി. ഒരു സ്കൂളിലേക്ക് പോകേണ്ട സാധനങ്ങൾ എല്ലാം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം, ഒന്നുമില്ല അതില്ല, എല്ലാം. പിന്നെ വിലയൊക്കെ നോക്കി വാങ്ങുക, എല്ലാം അങ്ങോട്ട് വാരി വലിച്ച് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഞാൻ ഷാർപ്നർ ഇതാട്ടോ, നമ്മൾ വിലയും നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഷാർപ്നർ എടുത്തു. റബ്ബർ വെറൈറ്റി റബ്ബറായിട്ടുണ്ട്. അവൾക്ക് എന്തൊക്കെ എടുക്കണ്ടെന്ന് പറഞ്ഞില്ല, പക്ഷെ അങ്ങനെ അത് വേണം ഇത് വേണം പറഞ്ഞ് വാശിയൊന്നും പിടിക്കില്ല കേട്ടോ. കളർ എടുത്തു കേട്ടോ, അതൊക്കെ ആവശ്യമുള്ളതാണ്. കളർ ക്രയോൺസ് ആട്ടോ. പൗച്ചൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ, പക്ഷെ ആ പൗച്ചിന്റെ വില എത്ര അറിയോ? 450, 500 ഒക്കെ. അത് പിന്നെ സിബും അതിൻ്റെ ഉള്ളിലത്തെ കള്ളി. ഇത് നല്ല രസമുണ്ടായിരുന്നു, പക്ഷെ എടുത്തില്ല. എനിക്ക് പറ്റില്ല. അപ്പൊ ഞാൻ എന്തൊക്കെയാ പറയുന്നുണ്ട്. അതാ ഞങ്ങള് വോയിസ് ഓവർ കൊടുക്കണത്. പൗച്ചിന്റെ ഷെൽസ്, പിന്നെ വാട്ടർ ബോട്ടിലും പൗച്ചും ആട്ടോ അവിടെ മൊത്തം ഉള്ളത്. ഈ ഭാഗത്ത് ഇങ്ങനത്തെ ഒക്കെയാണ്. ലഞ്ച് ബോക്സ് ഉണ്ട്, സ്നാക്സ് ബോക്സ് പിന്നെ ഉണ്ട്. ബാംഗ്ലൂർ പോയപ്പോൾ ഞങ്ങൾ എടുത്തത്. ഈ വാട്ടർ ബോട്ടിൽ ഏത് മുകളിലെ 2 വാട്ടർ ബോട്ടിൽ എൻ്റെ പൊന്നു എത്ര വലുതാണ്. അത് ചൂടുകാലൊക്കെ ആയി അത് വേണ്ടി വരും. നോമയ്ക്ക് ചുമയാണ്, അതാണ് കേട്ടോ ചുമക്കുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് പൗച്ച് ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ ഏതൊക്കെയോ ഏതോ ഒന്ന് എടുത്തു. ഏതോ എടുത്തെന്ന് പറഞ്ഞു. പിങ്ക് കളറിൽ ഏതോ എടുത്തു. ഈ കുപ്പി ആദ്യം നോക്കി, പിന്നെ ആ കുപ്പി എടുത്തില്ല, വേറെ കുപ്പി എടുത്തു. അതെ എടുത്തു. പിന്നെ ഇവിടെ കുറച്ചും കൂടി എന്തൊക്കെയാ വേണ്ടത് നോക്കി. പിന്നെ ഇവിടെ വേറെ ഭാഗം, പിന്നെ ലഞ്ച് ബോക്സ് എടുത്തു. ഇതാട്ടോ എടുത്തത്. ഇത് വെച്ചാൽ ഉപ്പേരിയൊക്കെ ഇടാൻ പറ്റുന്നൊരു ടൈപ്പാണ്. അതെ, ഞങ്ങൾക്ക് തുറക്കാൻ പറ്റുന്നുണ്ടോന്നൊക്കെ നോക്കി എന്നിട്ടാണ് എടുത്തത്. പിന്നെ ഇതാ സ്കൂളിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതൊന്നും നമ്മൾ വാങ്ങിയില്ല കേട്ടോ. പിന്നെ റിബൺ, ക്രാഫ്റ്റ് കാര്യങ്ങൾ അതൊക്കെ ഉണ്ട്. പിന്നെ റിബൺ വേണം, കറുപ്പും വൈറ്റും ബ്ലാക്കും വൈറ്റും വേണം അവർക്ക്. അപ്പം ബ്ലാക്കും വൈറ്റും റിബൺ എടുത്തു. അത് കഴിഞ്ഞിട്ട് എന്താ എടുത്തത്? പിന്നെ മൈലാഞ്ചി വാങ്ങാണ്ടാന്നു കേട്ടോ, അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല മൈലാഞ്ചി എനിക്ക് ഡാൻസിന്. പിന്നെ ഞാൻ വേറെ കുറേ സാധനങ്ങൾ നോക്കിയത്. ഡയറി, അതൊന്നും വേണ്ട പറഞ്ഞു അച്ഛൻ. അത് ലോക്ക് ഇടുന്ന ഡയറി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനത്തെ ഒക്കെ ഉണ്ട്. പിന്നെ നെയ്സ് ലിപ്സ് വാങ്ങിയില്ല. അത് ഇവിടെ 2 ഇതുണ്ട്. പിന്നെ രാത്രിയായി കേട്ടോ, നല്ല മഴയായിരുന്നു. രാത്രിയല്ലേ ഉണ്ടായിരുന്നു, അപ്പോൾ നല്ല മഴയായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് സാധനങ്ങൾ, പിന്നെ കിറ്റ് അതിൽ ഒരു കിറ്റ് എടുത്തു. ഞങ്ങൾ കുറേ ചോദിച്ചു കിറ്റ് യൂസ് ചെയ്യുമെന്ന്. യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി പറഞ്ഞു. അപ്പോൾ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് കിറ്റ് വാങ്ങി. പിന്നെ അവിടെ ഒരു പെൻസിൽ കണ്ടു. എന്നെക്കാട്ടും എനിക്ക് ഉപയോഗിക്കാൻ പോലും പറ്റില്ല, എന്ത് വലിയ പെൻസിലാ. പിന്നെ ഗമ്മൊക്കെ വാങ്ങിട്ടോ. എനിക്ക് ഡാൻസിൻ്റെ സ്റ്റിക്കാണ്, ഗോൾഡൻ പേപ്പർ ചുറ്റാൻ. പിന്നെ കിറ്റ് വാങ്ങി, ഗമ്മ് വാങ്ങി, ബാഗ് വാങ്ങിട്ടോ. പിന്നെ ഇതെന്താ കാട്ടി ആരോ അങ്ങനത്തെ ഗെയിം ആരുടെയൊക്കെയാ ഉള്ളത് നിന്ന് കമൻറ്റ് ചെയ്തിട്ട്. അങ്ങനത്തെ ഇതൊക്കെ ആരുടെയിലുള്ളതെന്ന് കമൻറ്റ് ചെയ്യാം. നമ്മൾ കളിപ്പാട്ടങ്ങളൊന്നും വാങ്ങിയില്ല കേട്ടോ. ഇല്ല. പിന്നെ ഒരു ഗോൾഡൻ പേപ്പർ. അതെന്തിനാ അറിയോ? നാളത്തെ പ്രോഗ്രാമിന് അവർക്ക് യൂസ് ചെയ്യാനുള്ളതാ. പിന്നെ ഇവിടെ പോപ്പിറ്റിൻ്റെ ഒരു ബാഗ് കണ്ടു, അതൊന്നും ഞങ്ങൾ വാങ്ങിയില്ല, നോക്കി. പിന്നെ കൊട നോക്കി, കൊട അവിടെ നിന്ന് വാങ്ങിയില്ല ഞങ്ങള്. വേറെ പിന്നെ ഇവിടെ കുറേ പെൻസിൽസ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പെൻസിലാന്ന് വാങ്ങിയത് അപ്സരയുടെ തോന്നുന്നുണ്ട്, വേറെ എന്തോ ഡാർക്ക് പെൻസിൽ. പിന്നെ വേറെ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളൂ. അതൊന്നും പൊട്ടിച്ചിട്ട് പോലും ഇല്ല. ഇനിയിപ്പോൾ നാളത്തെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ഒന്ന് നോക്കാൻ. സ്റ്റഡി ടേബിളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാണ്ട്. പിന്നെ ഇതാട്ടോ കട. അതെ, നല്ല രസമുള്ള കടയാട്ടെ, ചാൻസി കുന്നംകുളം.
വില അവർ ഡിസ്കൗണ്ടൊന്നും തരണില്ല, പറയാലോ, സത്യമായിട്ട് തന്നെ പറയാം, ഡിസ്കൗണ്ടൊന്നും തന്നില്ല. ശരിക്കും ഇങ്ങനത്തെ നമ്മൾ അത്യാവശ്യ സാധനങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് ഡിസ്കൗണ്ടെങ്കിലും തരണം, അത് തന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, തരാൻ അവർക്ക് തോന്നിയില്ല, അപ്പോൾ തന്നില്ല. അപ്പോൾ എല്ലാം ഒന്ന് ഷൂട്ട് ചെയ്തു, കവർ ചെയ്തു, ഒരു പെർമിഷനും തന്നല്ലോ, അതുകൊണ്ട് നമുക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. എല്ലാവരും എടുത്തു, അതൊക്കെ എടുത്തു, നമ്മൾ പുറത്തിറങ്ങി. പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ, ചെരുപ്പ് വാങ്ങാൻ കയറി. പിന്നെ അധികമൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ, കാരണം വേദുട്ടിനെ കൂട്ടാതെയാണ് ഞങ്ങൾ പോയിണ്ടായിരുന്നത്. അപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. 9 മണിയൊക്കെ ആയിട്ടുണ്ട്. അതെ, പിന്നെ ചെരുപ്പ് എടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്